ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്താണ് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ അധ്യക്ഷനാകുന്നത്. ശ്രേഷ്ഠ കാതോലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പരിശുദ്ധ പരുമല തിരുമേനിയുടെ 4ാം തലമുറക്കാരനാണ്. വിവിധ ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ജോസഫ് മാർ ഗ്രിഗോറിയോസ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമാണ്. മുളന്തുരുത്തി പെരുമ്പിള്ളി ശ്രാമ്പിക്കൽ പള്ളത്തിട്ടയിൽ വർഗീസിന്റെയും സാറാമയുടെയും മകനായി 1960 നവംബർ 10 നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ ജനനം. വൈദിക പഠനത്തിന് ശേഷം 1984 മുതൽ 4 വർഷം ബംഗളൂരു സെയിന്റ് മേരീസ് പള്ളി വികാരിയായിരുന്നു. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വിവിധ ദേവാലയങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1994 ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ ബാവ ദമാസ്കസിൽ വെച്ച് റംബാനായി ഉയർത്തി. പാത്രിയാർക്കീസ് ബാവ തന്നെയാണ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി വാഴിച്ചത്. കഴിഞ്ഞ 30 വർഷമായി കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലീത്തയായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് 18 വർഷം സുന്നഹദോ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എക്യുമെനിക്കൽ വേദികളിൽ സഭയുടെ പ്രതിനിധി, നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റി, ഗൾഫ് യൂറോപ്യൻ ഭദ്രാസനങ്ങളുടെയും കൊല്ലം തുമ്പമൺ നിരണം തൃശൂർ മലബാർ ഭദ്രാസനങ്ങളുടെയും അങ്കമാലി ഭദ്രാസനത്തിൽ വിവിധ മേഖലകളുടെയും ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2019 ഓഗസ്റ്റിൽ സഭയുടെ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും, അയർലൻഡിലെ സെയിന്റ് പാട്രിക് കോളേജിൽ നിന്ന് വേദശാസ്ത്രത്തിൽ ബിരുദവും, ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എംഫിലും, യുഎസിൽ നിന്ന് ക്ലിനിക്കൽ പാസ്റ്ററൽ ആൻഡ് കൗൺസിലിംഗിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. സമാധാനത്തിനും സമവായത്തിനുമുള്ള തുറന്ന മനസ്സുമായാണ് സഭാ തർക്കങ്ങളുടെ കാലത്ത് ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ അമരക്കാരനാകുന്നത്. റിസർച്ച് ഡെസ്ക് 24.